നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ അജീഷ് കർക്കിടകത്താണ്. അദ്ദേഹം വടക്കാഞ്ചേരി പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്, KJUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്, വടക്കാഞ്ചേരിയിലെ അറിയപ്പെടുന്ന സാംസ്കാരിക സംഘടനയായ സൃഷ്ടിയുടെ പ്രധാന പ്രവർത്തകനാണ്. അതിലൊക്കെ ഉപരി ജീവികാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെടാറുണ്ട്. ശ്രീ KPN നമ്പീശിൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. തലപ്പള്ളി താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രീ KPNൻ്റെ സംഭാവനകൾ വളരെ വലുതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ അറിയാം. ഏറെ സന്തോഷത്തോടെ ശ്രീ അജീഷിനെ നമ്മുടെ പ്രേക്ഷകർക്കായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത്, അത് ഒരുപക്ഷെ അജീഷൊക്കെ ജനിക്കുന്നതിനേക്കാൾ വളരെ മുമ്പാവാം, അജീഷ് എന്ന് തൊട്ടാണ് അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാനും നിരീക്ഷിക്കാനൊക്കെ തുടങ്ങിയത്? വലിയ ജനസമ്മതി ഉണ്ടായിരുന്ന ഒരാളാണ് താങ്കളുടെ പിതാവ്. ഞാനൊരു ജനിച്ച കാലഘട്ടം ഒരു 2ാം ക്ലാസ് മുതൽ, നമ്മൾ സ്കൂൾ ജീവിതം മുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നോക്കി കണ്ടിട്ടുള്ള ആളാണ്. ഒപ്പം തന്നെ നമ്മളെ വീട്ടിൽ നൂറുകണക്കിന് ആളുകൾ പരാതികളും കാലത്ത് 5:30 മുതൽ രാത്രി 12:30 വരെ, അല്ലെങ്കിൽ രാവും പകലും വ്യത്യാസമില്ലാതെ അവരവരുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയാനും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന അച്ഛൻ്റെ രീതികളും എല്ലാവരോടും സ്വതസിദ്ധ ശൈലിയിൽ സമീപനത്തോടെ പെരുമാറുന്ന ശൈലിയുമൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ഒപ്പം തന്നെ തിരക്കുകൾ, ഔദ്യോഗിക തിരക്കുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, 24 നൂറ്റാണ്ടോളം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലുമൊക്കെ ആയിട്ട് ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ജനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെടണം, ഒരാൾക്ക് തന്നാൽ കഴിയാവുന്നത് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനസ്സ് കണ്ട് വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. അരനൂറ്റാണ്ടിലേറെ കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ നിന്നിട്ട് പോലും സ്വന്തമായി ഒന്നും നേടാതെ നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് അദ്ദേഹം. അങ്ങ് ദേശാഭിമാനി ലേഖൻ കൂടിയാണല്ലോ. ഈയിടെ ദേശാഭിമാനിയിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുകയുണ്ട്. എന്തായിരുന്നു അത്? അതൊരു മികച്ച ഫീച്ചറിനെ സംബന്ധിച്ച് ഒരു മറ്റേ ടീച്ചർ കുട്ടി വീണ്ടും പഠിക്കുകയായിരുന്നു. ഒരാൾ ഔദ്യോഗിക ജീവിതം റിട്ടയർ ചെയ്ത ശേഷം വീണ്ടും പഠനം തുടങ്ങുന്ന രീതിയിൽ ഒരു കോളേജിലെ ഒരു സ്റ്റോറി ചെയ്തിട്ട് അതിനൊരു അവാർഡ്, ദേശാഭിമാനി എല്ലാ മാസവും നൽകുന്ന ഒരു അവാർഡിൽ നമ്മളെയും പരിഗണിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ അവാർഡിന് നമ്മുടെ ആ വിഷയവും പരിഗണിക്കപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വരുന്ന നിസ്സഹായരായ അല്ലെങ്കിൽ നിർധനരായ പലരെയും താങ്കൾ സഹായിച്ച കഥകൾ എനിക്കടക്കം വടക്കാഞ്ചേരിയിലെ പല മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്നതാണ്. എന്തൊക്കെ സഹായങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുക്കാറ് താങ്കൾ? അല്ല, അത് സഹായം എന്ന് പറയുമ്പോൾ നമ്മളൊരു 2008-10 കാലഘട്ടം, 8-9 കാലഘട്ടം മുതൽ ഒരു 10-15 കൊല്ലമായി മെഡിക്കൽ കോളേജ് മേഖലയിൽ അവിടുത്തെ പത്രക്കാരൊരു കൂട്ടി പ്രസ് ക്ലബ്ബ് രൂപീകരിക്കുകയും, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ അവിടെ പത്ര കൂട്ടുകാരെ കൂട്ടി യോജിപ്പിച്ച് ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും, പിന്നെ അവിടെ നമുക്കവിടെ ഓഫീസുണ്ട്, മെഡിക്കൽ കോളേജിന് സമീപത്തുണ്ട്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് ഉദ്ദേശിച്ചത് നമ്മൾ അവിടെ വരുന്ന രോഗികൾക്ക് നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ സഹായം ചെയ്യുന്നു എന്നുള്ളൂ. അത് നമുക്ക് അവർക്ക് ഒരു മാർഗനിർദ്ദേശം ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മളൊരു ഇതുമല്ല. പക്ഷേ നമ്മളെ കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ സ്കാനിങ് 4 മാസം ഡിലേ വരുന്നതൊക്കെ ഒരു ആഴ്ച കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ ശ്രമിക്കുക. പിന്നെ ഡോക്ടേഴ്സിനെ വിളിച്ചു പറഞ്ഞ് നമ്മളെ പ്രത്യേക ഒരു കെയർ കൊടുക്കണമെന്ന് പറയാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളല്ല. കാരണം ഒരു സാധാരണക്കാരൻ ഈ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ വന്ന് കടൽ പോലെ കിടക്കുന്ന ബിൽഡിങ്ങുകൾക്ക് നടുവിൽ നിന്ന് സ്ഥലം പോലും അറിയാതെ നിസ്സഹായരായി നിൽക്കുമ്പോൾ അവരെ സഹായിക്കുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല. അതിപ്പോൾ ഒരുപക്ഷെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പാരമ്പര്യമായിരിക്കാം. ഇപ്പോൾ ഈ സൃഷ്ടി സാംസ്കാരിക സമിതി ഉണ്ടല്ലോ, അത് ഇവിടെ നമുക്ക് കൊറോണ സജീവമായ കാലഘട്ടത്തിൽ പല കലാകാരന്മാരെയും കൂട്ടി അങ്ങ് ചില ചടങ്ങുകൾ അല്ലെങ്കിൽ ചില സാംസ്കാരിക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായില്ല. അതൊക്കെ ഏത് രീതിയിലായിരുന്നു? അതൊക്കെ സൃഷ്ടി സാംസ്കാരിക സമിതി എന്ന ഒരു സംഘടന രൂപം കൊള്ളുന്നത് 2020-ലാണ്, കൊറോണ കാലഘട്ടത്തിലാണ്. ഇവിടെ ഒരുപാട് വടക്കാഞ്ചേരിയിലെ തലപ്പള്ളി താലൂക്കിൻ്റെ ചരിത്രത്തിൽ ആദ്യം ഒരുപാട് സാംസ്കാരിക സംഘടനകൾ ഉണ്ടെങ്കിൽ കൂടി എല്ലാവരും ഒരു പ്രശസ്തിയുടെയോ ഒരു കൃത്യമായ ഒരു നൊസ്റ്റാൾജിക് മൂവ്മെന്റ് അല്ല. എല്ലാവരും അവരവരുടേതായ കുറേ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അജണ്ടയൊന്നുമില്ല, ഒരു താല്പര്യമായിട്ട് പോകുന്ന ഒരവസ്ഥ, ഒരു സ്ഥിരം ഒരു ഒരു രീതിയായിരുന്നു. ആ രീതിയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് സൃഷ്ടി ചെയ്തത് കുറച്ചൊരു 10 ചെറുപ്പക്കാർ കൂടി
നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ആരും ആരെയും നമ്മളെ മരിച്ചുപോയവരെ തിരിഞ്ഞു നോക്കാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ വടക്കാഞ്ചേരിക്ക് സമഗ്ര സംഭാവന നൽകിയ റീഗൽ ദേവസ്യേട്ടൻ, ശാസ്താ പ്രഭേട്ടൻ, അതേപോലെ നമ്മുടെ ആർട്ടിസ്റ്റ് മാധവേട്ടൻ ഉൾപ്പെടെ നമ്മുടെ വടക്കാഞ്ചേരി സമഗ്ര മേഖലയിലും സംഭാവന നൽകിയവരെ ഒന്ന് അനുസ്മരിക്കാൻ നമ്മളത് ശ്രമിച്ചു. ഒപ്പം തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിലെ നിർധനായ രോഗികൾക്ക് എന്ന് പറഞ്ഞാൽ ഉറ്റേരും മുടയില്ലാതെ അനാഥരായ 25ഓളം രോഗികൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഓരോ വർഷം കഴിയുമ്പോൾ കണക്കെടുക്കുമ്പോൾ ഓരോ മാസം കണക്കെടുക്കുമ്പോൾ 25-30 പേര് ഉണ്ടാവാറുണ്ട് അനാഥരായ രോഗികൾ പല വിവിധ വാർഡുകളായിട്ട് ആരുമില്ലാതെ. അവർക്ക് ഇവിടുത്തെ മനസ്സ് കൊണ്ട് തരുന്ന വസ്ത്രങ്ങളൊക്കെ തരുന്ന ആളുകളെ കൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കൊറോണ കാലത്ത്. ഒപ്പം തന്നെ അവർക്ക് ഭക്ഷണം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ കലാകാരന്മാർ വീട്ടിൽ വെറുതെ പരിപാടികളൊന്നുമില്ലാതെ അടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ ജയശ്രീ ഹാളിൽ സഹകരണത്തോടെ നമ്മൾ വലിയൊരു പരിപാടി കലാസംഗമം നടത്താൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ചെറിയ പരിപാടികൾ നമ്മുടെ നാടിനെ മനുഷ്യത്വമുള്ള മുഖമുള്ള നമ്മുടെ മണ്ണിനെ നമ്മൾ സംരക്ഷിക്കാനുള്ളൊരു ചെറിയൊരു ഇടപെടൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ താങ്കളുടെ പിതാവ് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന വലിയ ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്നു. താങ്കൾ കുമ്പളങ്ങാട് വായനശാലയിൽ എന്തൊക്കെ ഭാരവാഹിത്താണ് വഹിക്കുന്നത്? കുമ്പളങ്ങാട് വായനശാലയിൽ നമ്മൾ ഏകദേശം 10 വർഷത്തോളമായിട്ട് ജോയിൻറ്റ് സെക്രട്ടറിയാണ്. നമ്മുടെ വായനശാല പ്രവർത്തനങ്ങളിൽ അവിടെ ഇടപെടാറുണ്ട്. പരമാവധി സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് സർവ്വ മേഖലയിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ സമയക്കുറവുകൾ ഉണ്ടാവാം മനുഷ്യനല്ലേ. പക്ഷേ അതിൻ്റെതായ കാര്യങ്ങളുണ്ടായാലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ കുമ്പളങ്ങാട് വായനശാലയിലും അവിടുത്തെ മാസികയിലെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പറാണ്. ഓൺലൈൻ മാസിക ഗ്രാമതൂലിക എന്നുള്ള മാസിക ഓൺലൈൻ നടത്തുന്നുണ്ട്. പിന്നെ അവിടെ കുട്ടികളുടെ ബാലവേദി ക്യാമ്പുണ്ട്, അതുപോലെ വയോജനവേദി ഉണ്ട്, എല്ലാവിധ സബ് കമ്മിറ്റികളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു കോർഡിനേഷൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഇടപെടൽ നടത്തുക. പൂർണ്ണമൊന്നുമില്ല, പക്ഷേ എന്നാലും കഴിയാവുന്ന രീതിയിലൊരു സഹായം നമുക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചരിതാർത്ഥ്യമാണ് നടക്കുന്നത്. ഇപ്പോൾ താങ്കൾ ഇവിടെ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായതിനു ശേഷം 1-2 ഉപയോഗപ്രദമായ രീതിയിലുള്ള ടൂറുകൾ സംഘടിപ്പിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് പ്രസ് ക്ലബിൻ്റെ പുതിയ പരിപാടികൾ? നമ്മൾ വനം വകുപ്പുമായി സഹകരിച്ചിട്ടാണ് നമ്മൾ നെല്ലിയാമ്പതിക്ക് അല്ലെ പറമ്പിക്കുളം അങ്ങനെയൊക്കെ നമ്മൾ വനം വകുപ്പുമായി സഹകരിച്ച് പ്രകൃതി പഠന യാത്രകളാണ് സംഘടിപ്പിച്ചത്. പ്രകൃതിയോട് ഇടങ്ങിച്ചേർന്നുള്ള യാത്രകൾ, അതായത് പ്രകൃതി സംരക്ഷിക്കുക. നമ്മൾ പണ്ട് മുതൽ തന്നെ നമ്മളൊരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ മനസ്സിൽ മണ്ണിൻ്റെ ഒരു മണം ഉള്ള അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഒരു രീതിയുള്ള കാരണം പ്രകൃതിയായിട്ട് പറമ്പിക്കുളത്തും ഇവിടെയൊക്കെ നെല്ലിയാമ്പതിയൊക്കെ നമ്മൾ ടൂർ പോയി. ഇനി നമ്മൾ ആലോചിക്കുന്നത് പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് പ്രസ് ക്ലബ്ബിലെ നമ്മുടെ 6 മണിക്കിലാത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായ 6 മണിക്കിലാത്തിൻ്റെ പേരിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് ഒരു അവാർഡ് നൽകുകയാണ്. സംസ്ഥാനത്തെ മികച്ച മാധ്യമ പ്രവർത്തകനും ചാനൽ റിപ്പോർട്ടർക്കും, പ്രാദേശിക തലത്തിലുള്ള ചാനൽ റിപ്പോർട്ടർക്കും മാധ്യമ പ്രവർത്തകർ നമ്മളൊരു അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. അത് എൻട്രികൾ 10-12 എൻട്രികൾ വന്നിട്ടുണ്ട്. അതിന് ജൂണിൽ അത് പ്രഖ്യാപനം നടത്തും, അത് വിതരണം ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ CPM വലിയ നേതാക്കളുടെ മക്കൾക്കൊക്കെ തന്നെ സർക്കാർ ജോലികളോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ കിട്ടിക്കഴിഞ്ഞു. താങ്കളുടെ പിതാവ് അത്തരം കാര്യത്തിൽ എന്താ പറയുക, ഒട്ടും സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിച്ച ഒരാളാണ്. അതുമായി ഇപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ദേശാഭിമാനിയിൽ ഒരു നിയമനം കിട്ടിയത്. ദേശാഭിമാനിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗ്ഗമൊക്കെ അതുവഴി നേടാൻ കഴിയും? അത് ഉപജീവന മാർഗ്ഗമല്ല. പൊതുപ്രവർത്തനം അച്ഛൻ ഇതൊരു ജീവനക്കാരനായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹം EMSൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ 21ാമത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നത് EMS ആയിട്ടുള്ള ആകർഷണമായി. ആലത്തൂർ മനക്കിൽ EMS നമ്പൂതിരിപ്പാട് വന്നിട്ട് അവിടെ മകളുടെ ബന്ധുവീടാണത്. അവിടെ വരുമ്പോൾ അങ്ങനെയുള്ള ആകർഷണമായിട്ടും പിന്നെ ഇവിടെ ഗ്രന്ഥശാല പ്രസ്ഥാനവും ഭാരത യുവ സമാജ് എന്നുള്ള യുവജന പ്രസ്ഥാനമൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പം ഞാനും ആ രീതിയിൽ നമ്മളും വ്യക്തിപരമായി പറയുമ്പോൾ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ നമുക്ക് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കില്ല. മനസ്സുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ധരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പുറകെ നടക്കുന്ന ഒരു കമ്പനി ജീവനക്കാരനല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഞാനുൾപ്പെടെയുള്ള ആളുകൾ. തീർച്ചയായിട്ടും. കാരണം ആർക്ക് ജോലി വാങ്ങിയോ അല്ലെങ്കിൽ ജോലി മേടിച്ചോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. നമ്മളെ സംബന്ധിച്ച് ഒരു പരാതികളില്ല. നമുക്ക് ഒരു മനുഷ്യനായി ജീവിക്കണം. നമ്മുടെ സ്വതസിദ്ധ ജീവിതത്തിൽ സമാനമായി നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവർ സഹായിക്കാൻ ശ്രമിക്കണം.
അതാണ് നമ്മുടെ ഉള്ളൂ. മറ്റുള്ള അതർ ചോദ്യങ്ങളൊന്നും അഭിപ്രായമില്ല. കാരണം വെച്ചാൽ നമുക്ക് ജോലി അല്ലെങ്കിൽ മറ്റല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം 2009 കേരള കൗമുദിയിലാണ് ആദ്യം വരുന്നത്. പ്രാദേശികമായിട്ട് മെഡിക്കൽ കോളേജ് ലേഖനായിരുന്നു. പിന്നെ മാധ്യമത്തിൽ മെഡിക്കൽ കോളേജായി. 2015 മുതൽ മാധ്യമം വടക്കാഞ്ചേരി ലേഖനായിരുന്നു. അങ്ങനെ ഈ ദേശാഭിമാനി വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. അപ്പോൾ നമ്മളത് ഓൾറെഡി മറ്റേ ദേശാഭിമാനി ഒഴിവ് കണ്ടപ്പോൾ പരീക്ഷ എഴുതി, മറ്റേ അപേക്ഷിച്ച് പരീക്ഷ എഴുതി എല്ലാവിധ റാങ്കോട് കൂടി അല്ലെങ്കിൽ ആ മറ്റേ യോഗ്യതയോട് കൂടിയിട്ട് നമ്മൾ ഒരു ആനുകൂല്യത്തിൻ്റെ രീതിയിൽ ആനുകൂല്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പാർട്ടി പത്രത്തിലുപരി ഒരു പ്രൊഫഷണലിസം, ഒരു പത്രപ്രവർത്തന ലെവലിലാണ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ പാർട്ടി പത്രം കൂടിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് മറ്റൊരു എന്ത് നേടിയെന്നല്ല, നമ്മളെ സംബന്ധിച്ച് മനസ്സമാനം എന്നുള്ള സാധനം, മനസ്സുഖമാണ് ആവശ്യം. അപ്പോൾ നേട്ടങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ സേവിക്കലും സാമൂഹ്യ സേവനമാണ്, ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഉപരി നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ, എന്നാൽ ജീവൻ നിലനിൽക്കും വേണം. അപ്പോൾ അത് സംരക്ഷണ രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒന്നിനും ഒരു ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നമ്മളിത് ഒരു കമ്പനി ജോലിക്കാരനെ പോലെ നമ്മൾ പൊതുപ്രവർത്തനം കാണുന്നത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ നമുക്കടുത്ത് കിടക്കുന്ന മുള്ളൂർക്കരയും ഷൊർണൂരും ഒക്കെ വളരെ വികാസങ്ങൾ നേടി. ഇപ്പം നമ്മുടെ വടക്കാഞ്ചേരി വേണ്ടത്ര വികാസത്തിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ വടക്കാഞ്ചേരി ഇപ്പോൾ ബൈപ്പാസിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ. ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് വടക്കാഞ്ചേരിയിൽ എന്തൊക്കെയാണ് വികസനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നാണ് അങ്ങയുടെ അഭിപ്രായം? വടക്കാഞ്ചേരിയിൽ വികസനം എന്ന് പറയുമ്പോൾ വടക്കാഞ്ചേരി വികസനം നടക്കുന്നുണ്ട്. അത് നടക്കുമ്പോൾ സ്വാഭാവികം ഇപ്പോൾ നമ്മുടെ ബൈപ്പാസ്, നമ്മുടെ മേൽപ്പാലം പോലുള്ളൊരു മേൽപ്പാലം ഒരുപാട് കാലത്തെ ഇതായിരുന്നു. അതേ ചരിത്രമുള്ളതാണ് ഇനി വരുന്ന അടുത്ത് നമ്മുടെ വടക്കാഞ്ചേരി സ്വപ്നം എന്ന് പറഞ്ഞ ബൈപ്പാസാണ്. അതിൻ്റെ ഡിജിറ്റൽ നടപടികളും മറ്റേ നമ്മുടെ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരിയിലെ വികസനത്തിന് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമയോടെ, ഇപ്പോൾ പിതാവ് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ഒട്ടുപാറ ബസ് സ്റ്റാൻഡ്, അതുപോലെ വടക്കാൻ ഷോപ്പിംഗ് മോൾസ് ഉൾപ്പെടെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ കോടികളും ഒന്നും വികസന പദ്ധതികൾക്കില്ല. അന്ന് കോടികളില്ലാത്ത സ്ഥിതിക്ക് ഉള്ളതിൽ ഓൺ ഫണ്ടും മറ്റു രീതിയിലുള്ള അതർ ഫണ്ടുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വികസന പ്രവർത്തനം നടത്തിയിരുന്നത്. ഇന്ന് ഫണ്ടുകളുടെ കാലഘട്ടമാണ്. അപ്പോൾ വികസനങ്ങൾക്ക് വേണ്ടി യുവ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിലൊപ്പം നാട്ടുകാരുമുള്ള സഹകരണം ഉണ്ടാവും. ഒപ്പം തന്നെ നമുക്ക് വടക്കാഞ്ചേരിയിൽ പ്രാധാന്യമായിട്ടൊരു ശരിക്കും എനിക്കൊരു ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത്, ഒരു സാംസ്കാരിക പൊതു ഇടം വടക്കാഞ്ചേരിയിൽ ഇല്ല. കാരണം വെച്ചാൽ സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗം എന്ന് പറയുമ്പോൾ അവിടെ അവർക്ക് ഒത്തുകൂടാനും, ഒരു കഥ പറയാൻ ഒരു സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ഒത്തുകൂടാനും ഒരു പൊതു ഇടം ഇല്ല എന്നുള്ളൊരു സംഭവം ഒരു ഘടകമാണ് ഇത്. ഒരുപാട് മികച്ച സാംസ്കാരിക പ്രവർത്തകർ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഭരതനും ഒടിവുണ്ണീഷനും കലാമണ്ഡല ഹൈദരാലിയും ഒക്കെ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വടക്കാഞ്ചേരി ചരിത്രത്തിൽ നമ്മൾ ഇടം നേടിയ ആളുകളാണ്. ആ സാംസ്കാരിക പൈതൃകമുള്ള വടക്കാഞ്ചേരി ഒരു സാംസ്കാരിക നിലയം വേണമെന്നാണ് എന്നെപ്പോലുള്ളൊരു എളിയ മാധ്യമ പ്രവർത്തനം എന്നുള്ള ആളുകൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ രാജ്യത്ത് നമ്മുടെ എല്ലാ വികസനം വരുമ്പോഴും സാംസ്കാരിക പൊതുയിടങ്ങളില്ലാത്തതിൻ്റെ കുറവ് നമ്മുടെ വടക്കാഞ്ചേരിക്കുണ്ട്. അത് ഉടൻ പ്രായോഗികമാകട്ടെ എന്നുള്ള പ്രത്യാശയോടെയാണ് നമ്മളിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായിട്ടുണ്ട്? വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 6 വർഷം 8 വർഷമായിട്ടേ ആയിട്ടുള്ളൂ. അതിനുമുമ്പ് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് ഉണ്ട്. മറ്റേ ഒരു 10 വർഷങ്ങളായിട്ടുണ്ട്, കുറേ വർഷങ്ങളായിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് ഏകദേശം 2015 മുതലാണ് പ്രസ് ക്ലബ് മെമ്പർഷിപ്പ് വരുന്നത്. അപ്പോൾ 8-9 കൊല്ലമായിട്ടുള്ളൂ. പക്ഷേ അതിനുമുമ്പ് പ്രസ് ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ പ്രസ് ക്ലബ്ബ് ലെവലിൽ വടക്കാഞ്ചേരി മാധ്യമ സമൂഹങ്ങളെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈഗോ ഇല്ലാതെ നമ്മളൊക്കെ ഒരു മനുഷ്യരാണ് എന്നുള്ള കണക്കാക്കിക്കൊണ്ട് മാധ്യമ സമൂഹത്തിൽ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും സഹകരണം ഉണ്ടാവുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാ പ്രസ് ക്ലബ്ബുകളിലും 3 മാസം കൂടുമ്പോൾ തന്നെ വലിയ സംവാദങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ ചർച്ചകൾ, പ്രമുഖരായ മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കലുകൾ, അങ്ങനെ എന്തെങ്കിലും ഭാവി പരിപാടിയിൽ അങ്ങേക്ക് ഉദ്ദേശം? അത് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളത് ഇപ്പോൾ ഈ അവാർഡ് ദാനം കഴിഞ്ഞാൽ നമ്മൾ 6 മാസം നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് മറ്റേ ഈ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്യാമ്പുകൾ ഉൾപ്പെടെ, ഈ മറ്റേ മെഡിക്കൽ ക്യാമ്പും ദന്തൽ ക്യാമ്പ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് പല കോളനിയും മറ്റേ ഈ നാട്ടുമ്പുറങ്ങളിൽ വെച്ച് നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗം ഇനിയുള്ള കാലങ്ങളിൽ എല്ലാവരും സഹകരണത്തോടെ. അപ്പോൾ നമ്മൾ സ്ഥിരം കുറേ ആളുകൾ വടക്കാഞ്ചേരിയിൽ സമൂഹത്തിൽ ഇങ്ങനെ ഇടപെടുന്ന ആളുകൾ മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതുതലമുറയിൽ ആർക്കും ഇതിന് താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റിയെടുത്തിട്ട് പുതുതലമുറ ഇതിനെ ആകർഷിക്കാവുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്.
അതിന് എല്ലാവിധ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ യുവാക്കളിൽ പലരും രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്റ്റേറ്റ് വിട്ടു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാത്തൊരവസ്ഥയുണ്ട്. ഒരു അരാഷ്ട്രീയ സമൂഹമായി നമ്മൾ മാറുകയാണോ? അല്ല, അരാഷ്ട്രീയ സമൂഹം മാറി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ രാഷ്ട്രീയത്തിൽ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ തൂവൽപക്ഷികളെന്ന് പറയാൻ കഴിയില്ല. ചില വ്യക്തിയാധിഷ്ഠ രാഷ്ട്രീയ പാർട്ടികൾ, രീതികളുണ്ട്. ആ രീതികൾ വരുമ്പോൾ പുതുതലമുറയ്ക്ക് ആവശ്യം ഇപ്പോൾ നമ്മൾ ഒരു വികസനമോ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനമല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിതം എൻജോയ് ചെയ്യുന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ ഈ സമൂഹത്തോടൊരു കടപ്പാടുണ്ടാവുന്ന സ്ഥിതിയില്ല. ആ സ്ഥിതി മാറണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ നിലപാടുകളൊന്ന് മാറ്റേണ്ടതുണ്ട്. കാരണം അധികാരത്തിലിരിക്കുമ്പോൾ അവർ നമ്മൾ അതുവരെ പ്രവർത്തിച്ച് കൊടി പിടിക്കുന്നവനും അത് പിടിച്ച് പ്രവർത്തിച്ച് പറയുന്ന രീതി അധികാരത്തിലിരിക്കുമ്പോൾ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പലരും വിമുഖത കാണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ ആ വിഷയത്തിൻ്റെ മുകളിൽ അധികാരം കിട്ടിയാൽ അത് അവിടെ അവസാനിക്കുകയാണ്. ആ രീതി മാറ്റിയിട്ട് എല്ലാവർക്കും സമൂഹത്തിൽ ഇത് രാഷ്ട്രീയക്കാർക്ക് പ്രസക്തി ഉണ്ടാവണമെങ്കിൽ, രാഷ്ട്രീയം എന്ന് പ്രസക്തി നഷ്ടപ്പെടുന്നോ നഷ്ടപ്പെട്ടാൽ അന്ന് മതാധിഷ്ഠ രാജ്യമായി മാറും. അത് വലിയ മതങ്ങൾ ഇടപെടുമ്പോൾ കേട്ടുപരി രാഷ്ട്രീയക്കാരനെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രാഷ്ട്രീയ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുപ്രവർത്തനം ഒരു വ്യാപാരമാക്കി മാറുന്ന ഒരു സമൂഹം ഉടലെടുത്തു കഴിഞ്ഞു. അത് അങ്ങ് പറഞ്ഞത് വളരെ വ്യാപാര മേഖല പോലെയായി ഈ പൊതുപ്രവർത്തനം. അവിടെ മാറ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, കമ്പനി ജീവനക്കാരായി മാറുന്ന സ്ഥിതി. അതിന് മാറ്റം വരുത്തിയിട്ട് പൊതുപ്രവർത്തനം നമ്മുടെ നിസ്വാർത്ഥ സേവനമായിട്ട് പൊതുപ്രവർത്തനം മാറുകയും രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് കരുതുകയും ചെയ്യുന്നൊരു തലമുറയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഇനി പഴയകാല നമ്മളെ ഒരു 80, 60, 70 കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് എത്തിയിരിക്കുന്നത്. അഡ്വാൻസ് ടെക്നോളജി ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ സമൂഹം അങ്ങനെയായി മാറിയില്ലെങ്കിൽ ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും സ്വാർത്ഥ താല്പര്യങ്ങളായി അവരവരുടെ കാര്യങ്ങളെ ഒതുങ്ങി പോകുമ്പോൾ ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ആളുകൾ ആ രാഷ്ട്രീയ പാർട്ടി പറയുന്ന പണി അല്ലെങ്കിൽ സർക്കുലർ വരുമ്പോൾ ആ പാർട്ടിയുടെ പരിപാടി മാത്രം ചെയ്യുന്നൊരു നേതാക്കളായി മാറുമ്പോൾ അവർ ഒരു ജീവനക്കാർ പോലെയായി. പക്ഷേ അവർ പൊതുസമൂഹത്തിൽ ഇടപെടാൻ, പൊതുവിഷയങ്ങൾ ഇടപെടാൻ, രാഷ്ട്രീയം നോക്കാതെ പൊതുസമൂഹത്തിൽ ഇടപെടാൻ കഴിഞ്ഞാലേ രാഷ്ട്രീയ പാർട്ടികൾ വിലയുണ്ടാവുള്ളൂ. സമൂഹത്തിൽ ഒരു ഇടപെടൽ നടത്തിയാൽ തന്നെ വിലയുണ്ടാവുള്ളൂ. ആ വില രാഷ്ട്രീയക്കാർ തന്നെ സ്വയം വ്യക്തികൾ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ആദ്യകാലത്തൊക്കെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചാനലുകളോ ഒക്കെ റിപ്പോർട്ട് ചെയ്താൽ, ഒരു അനീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അഴിമതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്താൽ കൃത്യമായൊരു റിയാക്ഷൻ ഭരണകൂടത്തിൽ നിന്നുണ്ടാവും. അത് കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ, അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകരോട് ഒരു വല്ലാത്തൊരു അസഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കണ്ടുവരുന്നത്. അങ്ങനെ ഒരു അസഹിഷ്ണുത നമ്മുടെ ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയല്ല. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, ഈ മാധ്യമ പ്രവർത്തകർ നേരത്തെ നമ്മൾ രാഷ്ട്രീയക്കാരെ പറഞ്ഞ പോലെ തന്നെ മാധ്യമ പ്രവർത്തകരും വിഷയമുണ്ട്. കാരണം എല്ലാവരും ഹിഡൻ അജണ്ട വെച്ച് ഈ വ്യക്തി താല്പര്യങ്ങൾ തന്നെ, സ്വാർത്ഥ താല്പര്യങ്ങളാണ് മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും വരുന്നത്. അവർ സ്വാർത്ഥ താല്പര്യങ്ങൾ ഒരു കാലത്ത് ഇറങ്ങുമ്പോൾ ഇന്ന ആളെ ഞാൻ ടാർഗറ്റ് ചെയ്ത് അയാളെ തകർക്കണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാളെ മാർക്കറ്റ് ചെയ്ത് അയാളെ പണം പിടുങ്ങണം എന്ന രീതിയിലേക്ക് ഇറങ്ങുന്ന രീതി ഈ എല്ലാ സമൂഹത്തിലും ഇടപെടുന്ന പോലെ തന്നെ മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകരിലും ഹിഡൻ അജണ്ടകളുണ്ട്. ആ ഹിഡൻ അജണ്ടകൾ അവരിലുണ്ട്. ആ ഇടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ മാധ്യമ പ്രവർത്തകരും വ്യക്തി താല്പര്യം, സ്വാർത്ഥ താല്പര്യങ്ങളും നമ്മൾ ഈ അടിച്ചേൽപ്പിക്കുമ്പോൾ പൊതുസമൂഹത്തിന് അത് ഇടപെടാതില്ല. പിന്നെ ജനാധിപത്യ സർക്കാരിൽ മാധ്യമപ്രവർത്തകർക്ക് നല്ല ഒരു ഇടപെടലുണ്ട്. നല്ല ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ പരിശോധിക്കേണ്ട ബാധ്യതയും സർക്കാരിനും ജനങ്ങൾക്കുമുണ്ട്. അത് സ്വാഭാവികമായിട്ട് സർക്കാർ ഏത് പ്രാദേശിക സർക്കാരായാലും ഏത് സർക്കാരായാലും ചൂണ്ടിക്കാണിക്കുന്ന ബാധ്യത, ഇതിനൊക്കെ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മാധ്യമപ്രവർത്തകർ, പക്ഷേ എന്നിട്ടും ഇതിൽ എല്ലാവരും ഒരു അജണ്ടയുള്ള ഭാഗത്തിലുള്ള ആളുകളുണ്ട്. അവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അജണ്ടയുള്ള മാധ്യമ പ്രവർത്തനം നമ്മുടെ ജനാധിപത്യത്തിന് അപകടം ചെയ്യുമെന്നാണ് അങ്ങ് പറയുന്നത്. അതെ അല്ലേ? അത് അജണ്ട മാധ്യമപ്രവർത്തനം എല്ലാ പ്രവർത്തനവും വ്യക്തിയാധിഷ്ഠിതമായ അജണ്ടകളിൽ അടിച്ചേൽപ്പിക്കുന്ന രീതി പൊതുസമൂഹത്തിൽ ഭൂഷണമല്ല. എന്തായാലും തിരക്കുകൾക്കിടയ്ക്കും മീഡിയയോട് സഹകരിച്ചതിന് അങ്ങയോട് പ്രത്യേകം നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അജീസ്. യെസ്.